പ്രാർത്ഥിക്കുന്നവനെ തോൽപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. പ്രാർത്ഥനയ്ക്ക് തുല്യം പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ദൈവവചനത്തിൽ ഇങ്ങനെ കാണുന്നു: സിയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിന്റെ കൺമണികൾക്ക് വിശ്രമവും നൽകരുത്. അതെ, രാവും പകലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരുവിനു വേണ്ടി, കാലത്തും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് ദൈവസന്നിധിയിൽ കരയുന്ന വ്യക്തിക്ക് വേണ്ടി ദൈവം സ്വർഗം തുറന്ന് ഇറങ്ങി വരുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥിക്കുന്നവൻ ഒരു ദിവസം ശത്രുവിൻ്റെ മുമ്പിൽ ജയാളിയായി നിൽക്കും. ശത്രു സകല കണക്കുകൂട്ടലുകളും നിനക്കെതിരെ ഒരുക്കി ഒരുപക്ഷെ ശത്രു ജയാളിയായെന്ന് കരുതി നിൽക്കുന്ന സമയത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവവും ശത്രുവിനു വേണ്ടി ഉയരുന്ന ഒരു കഴുകുമരവും ഉണ്ട് എന്ന് പ്രാർത്ഥനാ മനുഷ്യനായ മൊർദെഖായിയുടെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അയ്യോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണുനീര് നീരുറവിയുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. യെരമ്യാ പ്രവചനം 9-ാം അധ്യായം 1-ാം വാക്യം. 126-ാം സങ്കീർത്തനം 5-8 വാക്യങ്ങൾ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്നും കരഞ്ഞും കൊണ്ട് വിതച്ചും കൊണ്ട് നടക്കുന്നവൻ കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരും. അതെ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവന് ആർപ്പിൻ്റെ കൊയ്ത്തുണ്ട്. രാവും പകലും കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നവന് സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് ഒരു വിടുതലുണ്ട്. തീജ്വാലയുടെ നടുവിൽ നാലാമനായി അവന് വേണ്ടി ദൈവം ഇറങ്ങി വരും. അതെ, ഇന്ന് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുമായി ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ, ചില നാളുകളായി ഒരുപക്ഷെ പല പ്രാർത്ഥനകൾക്കും മറുപടി കാണുവാൻ കഴിയാതെ ഇരിക്കുന്നുവെങ്കിലും, ഒരു ദിവസം കാര്യവും വ്യവഹാരവും നടത്തുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുണ്ട് എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ മടിയില്ലാത്തവരായി ദൈവത്തെ സ്തുതിക്കാം. മനുഷ്യനെ നോക്കേണ്ട, ദൈവമുഖം നോക്കാം. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു.